السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ, ഇവ മുഖ്യമായ മഖ്റജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 5 ഉണ്ടെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫതാനി, ഖൈഷൂം എന്നിങ്ങനെ 5. ഇതിൽ ഹൽക്കിൽ നിന്നും ലിസാനിൽ നിന്നും ഷഫതാനിയിൽ നിന്നും വീണ്ടും ഉപമഖ്റജുകൾ വേറെയും ഉള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അൽ മഖാരിജുൽ ആമ്മ അല്ലെങ്കിൽ അൽ മഖാരിജുർ റഈസിയ്യ, പൊതുവായ മഖ്റജുകൾ അതല്ലെങ്കിൽ കേന്ദ്ര മഖ്റജുകൾ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന 5 മഖ്റജുകളാണ് നാം സൂചിപ്പിച്ച ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫതാനി, ഖൈഷൂം എന്നത്. എന്നാൽ അൽ മഖാരിജുൽ ഖാസ്സ എന്ന പ്രത്യേകമായ മറ്റു മഖ്റജുകൾ, അവ ഏതൊക്കെയാണ്? അവ എത്ര എണ്ണമാണ്? പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ അവയുടെ എണ്ണത്തെക്കുറിച്ചുണ്ടെങ്കിലും കൂടുതൽ സ്വീകാര്യമായതും പണ്ഡിതന്മാർ ഇമാം ഇബ്നുൽ ജസരിയെ പോലെ, അതുപോലെ ഖലീൽ ഇബ്നു അഹ്മദിനെ പോലെയുള്ള ആളുകൾ സ്വീകരിച്ച മാർഗം അല്ലെങ്കിൽ അവരുടെ വീക്ഷണം 17 മഖ്റജുകളാണ് എന്നതാണ്. എന്നാൽ അത് 16ഉം 14ഉമൊക്കെയായി എണ്ണിയവരുണ്ടെങ്കിലും 17 മഖ്റജുകളാണ് മറ്റു മഖ്റജുകളായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ചിലതിൽ നിന്ന് ഒന്നിലധികം അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നു, എന്നാൽ ചില മഖ്റജുകളിൽ നിന്ന് ഒരക്ഷരം മാത്രമാണ്. അങ്ങനെ ആകെ 17 മഖ്റജുകളുണ്ട്. മഖാരിജുൽ ഹുറൂഫി 17 അലല്ലദി യഖ്താറുഹു മൻ ഇഖ്തബർ എന്ന് മഹാനായ ഇമാം ഇബ്നുൽ ജസരി പറയുകയുണ്ടായി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നാം ഓർക്കുക. ഒന്ന്, റഈസിയായ അല്ലെങ്കിൽ ആമായ 5 മഖ്റജുകൾ, ഖാസ്സായ 17 മഖ്റജുകൾ. ഇനി ആമായ മഖ്റജിലെ ഒന്നാമത്തേതാണ് ജൗഫ്. ജൗഫ് എന്നാൽ ഉൾഭാഗം, അന്തർഭാഗം എന്നൊക്കെയാണ് അർത്ഥം. അൽ ഖലാ എന്ന് ഭാഷയിൽ അതിനർത്ഥം പറയുന്നു. സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് അൽ ഖലാ ഉൽ വാഖിഉ ദാഖിൽ അൽ ഹൽഖി വൽ ഫം വതഖ്റുജു മിൻഹു 3 അഹ്റൂഫ് വഹിയ ഹുറൂഫുൽ മദ്. തൊണ്ടയുടെയും വായയുടെയും ഇടയിൽ, തൊണ്ട മുതൽ വായ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിശാലമായ അന്തർഭാഗം, ഉൾഭാഗമാകുന്നു ഇതുകൊണ്ട് ജൗഫ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതാകട്ടെ, ഇതിൽ നിന്ന് 3 ഹർഫുകൾ ആണ് ഉത്ഭവിക്കുന്നത്. ഇതൊരു മുഖദ്ദറായ മഖ്റജാണെന്ന് നാം കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതാണ്. ഇതിൽ നിന്നും ഉത്ഭവിക്കുന്ന 3 ഹർഫുകൾ എന്നത് ഹുറൂഫുൽ മദ്ദാണ്, ദീർഘാക്ഷരങ്ങളാണ്. ഫത്ഹനെ ദീർഘിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന അലിഫ്, കസ്ർ ദീർഘിപ്പിക്കുവാൻ യാ, ദമ്മ് ദീർഘിപ്പിക്കുവാൻ വാവ്. ഇങ്ങനെ അലിഫ്, വാവ്, യാ എന്നീ ദീർഘാക്ഷരങ്ങൾ. ഖാല, യഖൂലു, ഖീല. ഇതിൽ ഫത്ഹിൻ്റെ ദീർഘമായ ഖാ, ആ എന്ന ശബ്ദം, അതുപോലെ ഈ, ഊ എന്ന ഈ ദീർഘാക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ എന്നിവയുടെ ശബ്ദം പുറപ്പെടുന്നത് ജൗഫിൽ നിന്നാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ അക്ഷരങ്ങളെ, ഈ ദീർഘാക്ഷരങ്ങളെ അൽ ഹുറൂഫുൽ ജൗഫിയ്യ എന്ന് പേരു പറയാറുണ്ട്. അതുപോലെ തന്നെ അൽ ഹുറൂഫുൽ മദ്ദിയ്യ എന്നും അൽ ഹുറൂഫുൽ ഹവായിയ്യ എന്നുമൊക്കെ അതിന് പേര് നൽകപ്പെടുന്നു. അപ്പോൾ തുറന്ന ഒരവസ്ഥയിൽ ഹൽഖ് മുതൽ, തൊണ്ട മുതൽ വായ വരെ വിശാലമായ ഒരു മഖ്റജിൽ നിന്നായി ഉത്ഭവിക്കുന്ന ഈ 3 അക്ഷരങ്ങൾ ഹുറൂഫുൽ മദ്
ഇവയുടെ മഖ്റജാകുന്നു അൽ ജൗഫ് അഥവാ ഉൾഭാഗം, അന്തർഭാഗം എന്നൊക്കെ അർത്ഥം. ഈ ജൗഫിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ മൂന്നക്ഷരങ്ങൾ ഹുറൂഫുൽ മദ്, ഇവക്ക് ഹുറൂഫ് ഹവായിയ, അൽ ഹുറൂഫുൽ മദ്ദിയ, അതുപോലെ അൽ ഹുറൂഫുൽ ജൗഫിയ എന്നും പേര് നൽകപ്പെടും. ബാറക്കല്ലാഹു ഫീക്കും.